ഫുഡ് ടോക്ക് വിത്ത് ഷെറിനിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണസദ്യ വിളമ്പുമ്പം അതിൽ ഏറ്റവും കളർഫുള്ളായിട്ടും അട്രാക്റ്റീവായിട്ടും തോന്നുന്ന ഒരു ഡിഷ് ഏതാണ്? ബീട്രൂട്ട് പച്ചടി അല്ലേ ബീട്രൂട്ട് കിച്ചടി. അതിൻ്റെ ആ ഒരു ബ്രൈറ്റ് പിങ്ക് കളർ ബാക്കി എല്ലാ സെർവ് ചെയ്ത ഡിഷസിനേലും ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ പലർക്കും കൺഫ്യൂഷനുണ്ട്, ഈ പച്ചടി എന്താ കിച്ചടി എന്താ. രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം അതിൻ്റെ അരപ്പിലാണ്. കടുക് അരച്ചുണ്ടാക്കുകയാണെങ്കിൽ അത് പച്ചടിയും, കടുകില്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കിച്ചടിയാണെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ഒരു ബീട്രൂട്ട് കിച്ചടിയാണ്. അപ്പോൾ പെട്ടെന്ന് നോക്കിയാലോ ഇതിൻ്റെ റെസിപ്പി. പക്ഷെ അതിന് മുൻപായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒന്നീ നിങ്ങൾക്കിത് ചെറുതായി അരിഞ്ഞതെടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്താണെങ്കിലും എടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കുക്കും ആകും, അതിനെ പിന്നെ നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് പതുക്കെ വേവിച്ചെടുക്കണം. പക്ഷെ അതിന് മുൻപായി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. മിക്സി ജാറിലോട്ട് തേങ്ങ, ജീരകം, 1-2 പച്ചമുളക്, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വളരെ ഫൈനായിട്ട് ഇത് അരയ്ക്കേണ്ട, കുറച്ചൊരു കോഴ്സായിട്ടാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അരപ്പ് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഇനി ബീട്രൂട്ട് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ബീട്രൂട്ട് കുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് നമുക്ക് ബീട്രൂട്ടും അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ചേർത്തൊന്ന് അടച്ചു വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 3-4 മിനിറ്റിൽ തന്നെ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നന്നായി കുക്കായിട്ടുണ്ടെന്ന്. ഇതിലോട്ട് ഇനി നമുക്ക് അരച്ച് വെച്ച് തേങ്ങയുടെ അരപ്പങ്ങ് ചേർക്കാം. തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ആവശ്യത്തിന് തോന്നുന്നില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർക്കാം. ഇതിൻ്റെ ഒന്ന് വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് തൈരാണ്. പക്ഷേ തൈര് ചേർക്കുന്നതിന് മുൻപ് നിങ്ങൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു. അപ്പോൾ ഭയങ്കര ചൂടിലോട്ട് നമ്മൾ ഈ തൈര് ചേർക്കുമ്പോൾ ചിലപ്പം പിരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായി വിസ്ക് ചെയ്ത് വെച്ചേക്കുന്ന തൈര് ഇതിലോട്ട് ചേർക്കാം. തൈര് ചേർക്കുമ്പം ഇത് കണ്ടിന്യൂസ്ലി മിക്സ് ചെയ്തുകൊണ്ടും കൂടെ ഇരിക്കണം. തൈരും ബീട്രൂട്ടിൻ്റെ മിക്സും കൂടെ ഇപ്പോൾ ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിനെ ഇനി ഒന്ന് ചൂടാക്കി പതിയെ ഒരു തിള വരുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കാം. അപ്പോൾ ബീട്രൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഭംഗി വരുത്തണ്ടേ. ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ചേർക്കുക. ഇതിലോട്ട് കുറച്ച് കടുകും ഉണക്കമുളകും കരിവേപ്പിലയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് നമുക്ക് ആ കിച്ചടിയുടെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ബീട്രൂട്ട് കിച്ചടി റെഡിയായി സെർവ് ചെയ്യാൻ. അപ്പോൾ വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് അല്ലേ ഈ സദ്യക്ക്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം.